എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കലെങ്കിലും നമുക്കെല്ലാവർക്കും പറ്റിയിട്ടുള്ളൊരു അബദ്ധത്തിനെ കുറിച്ചാണ്. അതെങ്ങനെ ഒഴിവാക്കാം. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ കോള് കട്ടായോ ഇല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തിരിക്കണം. കാരണം അറിയാതെ നമ്മുടെ കൈ തട്ടി അല്ലെങ്കിൽ അറിയാതെ കോള് പോകുന്നതും അതുപോലെ തന്നെ തിരിച്ച് വരുന്ന കോള് സംസാരിച്ചു കഴിഞ്ഞ് നമ്മൾ കട്ടാക്കാതെ ഇരിക്കുന്നതും മൂലം ഒരുപാട് സ്നേഹബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അനുഭവം ഉള്ളവരൊന്ന് പറയണം കേട്ടോ, കമന്റ് ചെയ്യാം. കാരണം ഇത് എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു കോള് വന്നു, ഫാമിലിയിൽ ആരെങ്കിലും വിളിച്ചായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരെങ്കിലും ഒരു കോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ കോള് കട്ടായോ ഇല്ലയോ എന്ന് നോക്കാറില്ല. നമ്മൾ ചിലപ്പോൾ കോള് അവർ കട്ടാക്കുമെന്ന് വിചാരിച്ച് നമ്മളും കട്ട് ചെയ്യാറില്ല. തിരിച്ച് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം. കാരണം നമുക്കൊരു കോള് വന്നു കഴിഞ്ഞ് കട്ട് ചെയ്താലും ഇല്ലെങ്കിലും അടുത്ത നെക്സ്റ്റ് ടൈം നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ വീട്ടിൽ എല്ലാവരോടും ആരാണോ വിളിച്ചത് അവരെ കുറിച്ച് നമ്മൾ എന്താണേലും പറയും അല്ലേ, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. ഇന്ന ആള് വിളിച്ചിരുന്നു, ഇന്ന കാര്യത്തിനാണ് വിളിച്ചത് എന്നൊക്കെ പറയും. അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞ പലരും ഉണ്ട്. ഫാമിലി ഏറ്റവും അടുത്ത ബന്ധുക്കാർ പോലും ഇങ്ങനെ ഒരു അനുഭവത്തിലുള്ള ഒരു കഥ തന്നെയാണ് ഇന്ന് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്തിന്റെ കസിൻസ് അവർ വളരെ സ്നേഹത്തില് വളരെ അധികം അടുത്ത ബന്ധുക്കാരും ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരു കോള് വന്നു, സംസാരിച്ചു. അവർ സംസാരിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് സംസാരിച്ച് ഇവരുടെ കോള് കട്ടായില്ല. ഇടയ്ക്ക് അവർ നോക്കിയപ്പോൾ ഇവരെ കുറിച്ച് അവര് സംസാരിക്കുന്നു. അത്രയും നേരം സ്നേഹത്തോടെ സംസാരിച്ചവര് ഇവരുടെ കുടുംബ പുരാണം മൊത്തം പറയുകയാണ്. പക്ഷെ അത് കേൾക്കുന്ന ഇവരുടെ അവസ്ഥ, അത് അവര് നിർത്തുന്നില്ല. അവരവരുടെ ഫോൺ കട്ടായില്ലെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ ഇവിടെ ഇവരൊന്ന് ഇത് കേട്ട് ഇവര് മനസ്സ് വിഷമിക്കുകയാണ്. ഇവർക്കൊന്നും പറയാനും പറ്റുന്നില്ല. പക്ഷെ അത്രയും നേരം ഉണ്ടായിരുന്ന നമ്മളെക്കുറിച്ച് ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള അവരുടെ അഭിപ്രായം അറിയാൻ പറ്റും. പക്ഷെ അത് അറിയുന്നത് എന്ത് വേദനയാണെന്ന് ഓർക്കിക്കേ. നമ്മളെക്കുറിച്ച് ഒരാൾ കുറ്റം പറയുന്നത് നമ്മൾ കേൾക്കുകയാണ് ലൈവായിട്ട്. ആ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പലർക്കും വരാം. അതുപോലെ തന്നെയാണ് ഈ വാട്സപ്പിൽ നമ്മുടെ കൈയൊക്കെ തട്ടി അറിയാതെ റെക്കോർഡിങ്സ് നമ്മൾ ചിലപ്പം കൈ പിടിച്ചോണ്ടിരിക്കുകയായിരിക്കും കോള് പോകുന്നതും, ചിലപ്പോൾ അവരെ കുറിച്ചായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കൈ തട്ടി കോള് പോകുന്നതും നമ്മൾ അറിയില്ല. ചിലപ്പം ആക്സിഡന്റലി നമ്മൾ പറയുന്ന അവർ കേൾക്കാൻ ഇടയായി കഴിഞ്ഞാൽ വളരെ നല്ല സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ചിലപ്പോൾ നഷ്ടമായെന്ന് വരാം. ശരിക്കും പറഞ്ഞാൽ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. കാരണം ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു സ്റ്റുഡന്റ്, ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ അന്നൊരു എക്സാം നടന്ന ദിവസമായിട്ട് വരാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ഓൾറെഡി എന്നെ വിളിച്ച് പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ റീസൺ വീടിന്റെ തൊട്ടടുത്ത് ഒരു മരം വീണു, അപ്പൊ അതുകൊണ്ട് ഇന്ന് എനിക്ക് ലീവ് വേണം, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നേരം അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. ഇപ്പൊ ഞാനത് ക്ലാസ്സിൽ വന്നിട്ട് എല്ലാവരോടും പറയണം, ഇത്രയും നിസ്സാര റീസൺസ് ഒക്കെയാണോ എടുത്തിട്ടാണോ നിങ്ങൾ ലീവ് ചോദിക്കുന്നത്? ഒരു മരം വീണതിന് ഈ കുട്ടി അവിടെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതിനെ അപ്പൊ അത് അയച്ച മെസ്സേജും എന്റെ ഫോണിലുണ്ട്. അപ്പൊ ഞാനത് ബാക്കി ക്ലാസ്സിലെ സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കുകയാണ്. അതേ കണ്ടില്ലേ, ഇത് ഒരു മരം വീണെന്നും പറഞ്ഞുകൊണ്ട് ലീവ് ചോദിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങൾ പരീക്ഷയെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല, നിങ്ങളൊരു ഇത്രയും കോഴ്സിനൊക്കെ പഠിക്കുന്നതല്ലേ, നന്നായിട്ട് പഠിക്കേണ്ടതല്ലേ, ആ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ പാടില്ല, എക്സാം മിസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. പക്ഷെ എന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്ന് കൈ അമർന്ന് ഈ വോയിസ് കോൾ പോയിക്കൊണ്ടിരിക്കുക. വോയിസ് കോൾ മീൻസ് എന്താണ്, വോയിസ് റെക്കോർഡ് ഓൺ ആയിപ്പോയി. അപ്പൊ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ഞാൻ എന്റെ കയ്യിലും ഫോൺ മേടിച്ച് മെസ്സേജ് കാണിക്കുന്ന ടൈമിൽ തന്നെ എന്റെ കൈ കൊണ്ട് തന്നെ ആ മെസ്സേജ് റെക്കോർഡ് ആവുന്നുണ്ട്. ഇത് ഞാൻ അറിയുന്നില്ല. ഞാൻ എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ ഘോരം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറ്റം മീൻസ് ഇങ്ങനെ ഇങ്ങനെ ഇമ്പോർട്ടൻസ് ലീവ് എടുത്ത് നിസ്സാര കാര്യങ്ങൾക്ക് ലീവ് എടുത്തുള്ള രീതി പറയുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ ആ കുട്ടി എന്നെ വിളിച്ചിരിക്കുന്നു. മിസ്സേ, ഞാൻ അത് വീട്ടിൽ ആരുമില്ല, അച്ഛനും അമ്മയും അപ്പുറത്തെ വീട്ടുകാരുടെ വഴക്കാണ്, അതുകൊണ്ടാണ് വരാഞ്ഞത്. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ അതിനെ കുട്ടീനെ ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ക്ലാസ്സിലെ കുട്ടികൾ ആരെങ്കിലും ചെന്ന് വിളിച്ച് പറഞ്ഞതായിരിക്കും എന്നൊക്കെ ഞാൻ ഒരു നിമിഷം കരുതി. പക്ഷെ ആക്ച്വലി സംഭവിച്ചത് എന്റെ കൈ തന്നെ തട്ടി ഈ വോയിസ് റെക്കോർഡർ മെസ്സേജ് ഓണായി അത് തന്നെ സെൻഡായി പോയതാണ്. ഇതൊന്നും അറിയാതെ ഞാൻ പിന്നെയും ഇങ്ങനെ തിങ്ക് ചെയ്യാണ്, എന്ത് പറ്റി, ഇതെന്താ സംഭവിച്ചത്, ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ കേട്ട് അതെങ്ങനെ വിളിക്കാൻ, ആരായിരിക്കും വിളിച്ച് പറഞ്ഞതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ തന്നെ കൈതട്ടിപ്പോയി. എനിക്കത് ശരിക്കും പറഞ്ഞ ഷോക്കായിരുന്നു. ഈശ്വര, ഞാൻ അത്ര അശ്രദ്ധ. അപ്പൊ നമുക്ക് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൈതട്ടി ഈ വോയിസ് കോളുകൾ പോകുന്നത്. അതുപോലെ
കോള് എപ്പോൾ വന്നാലും കട്ടായെന്ന് ഉറപ്പ് വരുത്തുന്നത്, മറ്റൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ കൈ തട്ടി ഫോണിന്റെ കോള് ഓണായി പോകുന്നത്, ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ ഇതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പെട്ടെന്ന് അവരുടെ നേച്ചർ, ബോയ്സ് മെയിൽ അങ്ങനെ ചെയ്യാറില്ല. അവനെ വെച്ചാൽ കോള് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരിക്കലും ആ ഒരു കോളിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഇല്ല. പക്ഷേ നമ്മുടെ പ്രകൃതിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് സ്ത്രീകൾ എങ്ങനെയായിരിക്കും, ഒരു കോള് വന്ന് കട്ട് ചെയ്ത് അടുത്ത സെക്കൻഡിൽ വന്ന കോളിനെ കുറിച്ച് വീട്ടിലാണെങ്കിൽ അമ്മയോടും ഫാമിലിയോടും ഒക്കെ പറയാം, ഇന്ന ആളാണ് വിളിച്ചത്, ഇന്നതിനാണ് വിളിച്ചത്, എന്തായിരുന്നു, നമ്മൾ A to Z കാര്യം പറയും. അപ്പൊ അത് ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും തിരിച്ച് ബോയ്സ് അത് ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് അവർ കുറച്ചുകൂടെ സേഫ് ആണ്. പക്ഷേ ഗേൾസ് ഒരുപാട് സൂക്ഷിക്കണം. ഒരു കോള് കട്ടായെന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ ഇതൊരു ചെറിയ ഒരു സജഷൻ ആണ്. പലർക്കും ഇത് പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.